ക്ഷേമ പെൻഷൻ ജനങ്ങളുടെ അവകാശമല്ലെന്നാണ് സർക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. ഈ നില പെൻഷൻ പദ്ധതികളിൽ നിന്നും സർക്കാരിന്റെ പിന്നോട്ട് പോക്ക് വ്യക്തമാക്കുന്നതാണ്. ഈ വിഷയം പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്തു. ഇതിനിടെ പെൻഷൻ കുടിശ്ശികയിൽ 2 മാസത്തെ ഗഡു വിതരണം തുടങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ പെൻഷൻ കൊടുത്ത് ജനങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി കടമെടുപ്പിന്റെ വഴിയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ. ക്ഷേമ പെൻഷൻ പണം കണ്ടെത്താൻ സഹകരണ ബാങ്കുകളിൽ നിന്ന് 2000 കോടി രൂപ കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും ബാങ്കുകളുടെയും കൂട്ടായ്മയിലൂടെയാണ് പണം സ്വരൂപിക്കുക. ക്ഷേമ പെൻഷനായി സർക്കാർ രൂപവൽക്കരിച്ച കമ്പനിയാണ് വായ്പയെടുക്കുക. മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്കുകളുടെ ഫണ്ട് മാനേജർ 9.1% പലിശയായി നിശ്ചയിച്ചിരിക്കുന്നത്. 1.5 വർഷത്തിനുള്ളിൽ മൂന്നാമതായാണ് ഇതേ ആവശ്യത്തിനായി സർക്കാർ സഹകരണ ബാങ്കുകളെ സമീപിക്കുന്നത്. നേരത്തെ വാങ്ങിയ 4000 കോടിയിലേറെ രൂപ സഹകരണ ബാങ്കുകളിൽ നൽകാറുണ്ട്. നേരത്തെ നൽകിയ 4000 കോടി രൂപ സഹകരണ ബാങ്കുകൾക്ക് നൽകാനുണ്ട്. 1 വർഷത്തെ കാലാവധിക്കാണ് വായ്പയെടുക്കുന്നതെങ്കിലും കാലാവധി പൂർത്തിയായ വായ്പ ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല. പലിശ മാത്രം നൽകി 1 വർഷത്തെ കൂടി കാലാവധി നീട്ടുകയായിരുന്നു. കഴിഞ്ഞ വർഷം ആദ്യം 2000 കോടിയും പിന്നീട് 1500 കോടിയുമാണ് പിരിച്ചെടുക്കാൻ തീരുമാനിച്ചത്. എന്നാൽ രണ്ടാം തവണ 500 കോടി രൂപ പോലും കണ്ടെത്താനായില്ല. പെൻഷൻ കമ്പനികൾക്ക് നൽകിയ വായ്പാ കാലാവധിക്ക് ശേഷവും തിരിച്ചു ലഭിക്കാത്തത് വീണ്ടും പണം നൽകുന്നതിന് സഹകരണ ബാങ്കുകളെ പിന്തിരിപ്പിക്കുന്നുണ്ട്. ഈ വർഷം ആദ്യം നടത്തിയ നിക്ഷേപ സഹകരണ സംഘങ്ങളും ബാങ്കുകളുമായി 24,000 കോടിയോളം രൂപയാണ് പുതിയ നിക്ഷേപമായി വന്നത്. ഇതിനായി സർക്കാരിന്റെ പ്രതീക്ഷ അതുകൊണ്ടാണ് 2 തവണ പ്രതീക്ഷിച്ച പണം ലഭിച്ചില്ലെങ്കിലും മൂന്നാമത്തെ വീണ്ടും നീക്കം. സഹകരണ സംഘം രജിസ്ട്രേഷനും ഫണ്ട് മാനേജറുമായ ബാങ്കും ചേർന്ന് കേരള ബാങ്കിൽ തുടരുന്ന ഫുൾ അക്കൗണ്ടിലാണ് പണം നിക്ഷേപിക്കുക. വായ്പയായാണ് സംഘങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നത്. ഇതിന്റെ തിരിച്ചടവ് അടക്കമുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ഫണ്ട് മാനേജറും ക്ഷേമ പെൻഷൻ കമ്പനിയും കരാറുണ്ടാക്കും. ഫണ്ട് വിനിയോഗവും തിരിച്ചടവും സഹകരണ സംഘം രജിസ്റ്റർ നിരീക്ഷിച്ച് റിപ്പോർട്ട് സർക്കാരിൽ നിന്ന് നൽകണം. പണം കണ്ടെത്താൻ സഹകരണ ബാങ്കുകളുടെ കൂട്ടായ്മ രൂപവൽക്കരിക്കുന്നതിന് രജിസ്ട്രേഷൻ അനുമതി നൽകണമെന്നും ഉത്തരവിലുണ്ട്. 12 മാസമാണ് വായ്പാ കാലാവധി. ഇതിന്റെ പലിശ മാസാടിസ്ഥാനത്തിലും 3 മുതൽ കാലാവധിക്ക് ശേഷം ഒറ്റത്തവണയായും നൽകുന്ന രീതിയാണ് ക്രമീകരണം. ഇതിനിടെ സാമൂഹിക സുരക്ഷാ പെൻഷനു പുറമെ 3 ലക്ഷം കർഷക തൊഴിലാളികൾക്ക് മാസം 1600 രൂപ പെൻഷൻ നൽകുന്നുവെന്നും സർക്കാർ അടുത്തിടെ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. 50 വയസ്സിലധികം പ്രായമുള്ള 76,000 അവിവാഹിതരായ സ്ത്രീകൾക്കും ഇതേ തുക പെൻഷനായി നൽകുന്നുണ്ട്. ഇതിന് കേന്ദ്ര സഹായമില്ല. ഇതടക്കം 45 ലക്ഷം പേർക്കാണ് പെൻഷൻ നൽകുന്നത്. മാസം 900 കോടി രൂപയാണ് ഇതിനാവശ്യമായി വരുന്നത്. ഇതുകൂടാതെ 16 ക്ഷേമ ഫണ്ട് ബോർഡ് പെൻഷൻ പദ്ധതികൾക്കായി മാസം 900 കോടി രൂപ കണ്ടെത്തേണ്ടതുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ദേശീയ സാമൂഹിക സഹായ പദ്ധതി പ്രകാരമുള്ള പെൻഷൻ കേന്ദ്രം ഫണ്ട് അനുവദിക്കുന്നതിനു പുറമെ സഹായ പദ്ധതി പ്രകാരമുള്ള പെൻഷൻ കേന്ദ്രം ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് അനുവദിക്കാനാകൂ. 2023 ജൂലൈ എന്നുള്ള സഹായമേ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളൂ. കേന്ദ്രം അനുവദിക്കുന്നത് 7 ലക്ഷം പേർക്കാണ്. ഒരു വ്യക്തിക്ക് 1600 രൂപ പ്രതിമാസ പെൻഷൻ നൽകുന്നത്. ഇതിൽ കേന്ദ്ര വിഹിതം പരമാവധി 500 മാത്രമാണ്. സാമൂഹിക സുരക്ഷാ സെസ് വക മാറ്റിവെക്കുന്നതിന് പെൻഷൻ പ്രതിസന്ധിക്കു കാരണമെന്ന ഹർജിയിലാണ് ആരോപണം തെറ്റാണ്. വിദേശമദ്യ ഇന്ധന